34 ലക്ഷം രൂപയാണ് ഗ്രാറ്റുവിറ്റി പ്രവർത്തനങ്ങളുമായി ആ ചെത്തുകൊണ്ടായി ആനുകൂല്യമായി വന്നത്. 750 രൂപ മുതൽ 5600 രൂപ വരെ ചെറിയൊരു കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ട്. കുറഞ്ഞ 1000 കൂടിയ 6000മായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെത്തുതൊഴിലാളി ക്ഷേമനിധി സ്കോളർഷിപ്പ് വിതരണം ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, MLA തുടങ്ങിയ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്നു. ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ, വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, MLA M. മണി, ക്ഷേമനിധി ബോർഡ് പ്രമുഖ വ്യക്തികൾ യോഗത്തിൽ പങ്കെടുക്കുന്നു. നമ്മുടെ പൂർവികന്മാർ, നിങ്ങളുടെ എൻ്റെ പൂർവികന്മാർ പണ്ട് തെക്കുകളിൽ ഏർപ്പെട്ടിരുന്ന ആ വലിയ ത്യാഗം അതെല്ലാം തിരികെ പാലത്തെ കാണാനായി വരുമ്പോൾ കോണ്ടാക്ട് വന്ന ആ ചട്ടന്റെ ചട്ടന്റെ മാമൻ ചട്ടന്റെ രൂപമാണ് അങ്ങനെയാണ്. അതിനെതിരെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തുന്നത്. തൊഴിലാളിയായിരുന്നു ഞാനിതെല്ലാം കണ്ടിട്ടുണ്ട്. പാച്ചു ഫിലിപ്പിനെ പോലുള്ള കോൺട്രാക്ടർമാരാണ് വന്നത്. അതുകൊണ്ട് പിന്നെ ഉണ്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും പേരൊക്കെ എനിക്കറിയാം, ഒരുപാട് പേരുടെ പേരറിയാം. അതൊന്നും ഇപ്പോൾ പ്രസക്തമല്ലാത്തതുകൊണ്ട് നമ്മളങ്ങ് വിടുക. അതിവിടെ തൊടുപുഴയിലും അങ്ങനെയായിരുന്നു. തൊടുപുഴ താലൂക്കിലെ ചെത്തുതൊഴിലാളി വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും നടത്തിയാണ് അവരുടെ അവകാശം സംരക്ഷിച്ചത്. എവിടെയും കേരളത്തിലതാ. പിന്നെ അവരുടെ അവകാശവും അവരുടെ ദുരിതവും മനസ്സിലാക്കുന്ന ഗവൺമെൻറ്റുകൾ വന്നപ്പം, വിശേഷിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ്റുകൾ വന്നപ്പോഴാണ് നിയമവും ചട്ടവും എല്ലാം രൂപപ്പെട്ടതെന്ന കാര്യവും അതുവരെ ത്യാഗം സഹിച്ച് വലിയ പോരാട്ടം, വലിയ ശക്തമായി സമരം നടത്തിയിട്ടുള്ളൊരു തൊഴിലാളി വിഭാഗമായിരുന്നു മദ്യവുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് ചെത്തുതൊഴിലാളി വിഭാഗം എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക.